പായസം വാങ്ങിക്കാനോ? അതെവിടാ? ഏത് ക്ഷേത്രമാ? അയ്യോ, ക്ഷേത്രത്തിന്റെ പേരറിയില്ല. മെഡിക്ക് ക്ഷേത്രത്തിന്റെ പേരറിഞ്ഞൂടാ, പക്ഷെ ഇച്ചിരി വലിയൊരു ഉണ്ടാകുന്ന ഒരു പാത്രം എടുക്കായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. ആ അമ്പലത്തിൽ പോയിട്ട് പൈസ എവിടെ കിട്ടും, പൈസ എവിടെ കിട്ടും, പൈസ എവിടെ കിട്ടും എന്ന് ചോദിച്ചാൽ മതി, അവരെന്തെങ്കിലുമൊക്കെ തരും. അത് എന്നെക്കാളും ഇണങ്ങുന്നത് നിനക്കാ. അന്നേ ഞാൻ പോണില്ല. ആ മുത്തുവണ്ണൻ ഉച്ചക്ക് ഇരുന്ന് നല്ല കഞ്ഞിയും ശരങ്കറിയോ അതൊക്കെ കൂട്ടി കഴിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു. ശരംകുത്തിയല്ല, എന്തോ ഒരു ശരങ്കറി, എനിക്ക് അറിഞ്ഞൂടാ കറി എന്താന്ന്. ഓ, എന്താണെന്നറിയാമോ? അയ്യപ്പൻ കോവിലിൽ കിട്ടുന്നില്ലേ? അയ്യപ്പൻ കോവില്. അവിടുന്ന് പായസം വാങ്ങിക്കാനാ. ശരി, അയ്യപ്പൻ കോവിൽ പായസം കിട്ടുമോ? എന്നാ കിട്ടും, പായസം കിട്ടും. ഏത് അയ്യപ്പൻ കോവിലാ കൊച്ചേ? അത് ഇവിടെ അടുത്തുള്ള അമ്മ. നിനക്കറിയോ? എനിക്കറിയാം. എനിക്കറിയത്തില്ല എവിടാന്ന്. അയ്യോടാ, പിന്നെ ഈ പാത്രം കൊണ്ട് ചുമ്മാ അറിയതാ? എവിടെയെങ്കിലും ഒക്കെ പോയി വാങ്ങിക്കാന്നും പറഞ്ഞ്. അല്ല, നിനക്കറിയാമോ ഈ അമ്പലം? അറിയാം. എന്നാ പിന്നെ ആ വഴിയൊന്ന് പറഞ്ഞു കൊടുക്കാം. എനിക്ക് വയ്യ. എനിക്ക് വയ്യുന്ന? അല്ലേ, പറഞ്ഞു കൊടുക്കാം. എനിക്കിട്ട് പണി വെക്കുന്നതാണ്, പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്തതാണ്. അതെ അതെ, പണി ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി പണി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ സമാസമായല്ലോ. തന്നത്ര പണിയൊന്നും ഞാൻ തന്നിട്ടൊന്നുമില്ല. അയ്യടാ, എനിക്കറിയാം, ഞാൻ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേര് കളഞ്ഞ നീ വഴക്കിടാതെ. എന്റെ പൊന്ന് ദൈവമേ, എവിടാന്ന് വെച്ചാ പോയി പായസോ എന്താന്ന് വെച്ചാ ഒക്കെ അവള് വാങ്ങിച്ചോണ്ട് ഒരു ക്ഷേത്രത്തിൽ പോകുന്ന കാര്യമല്ലേ? ചെല്ല് കൂടെ. ഇവിടുന്ന് ഗേറ്റ് തിരിഞ്ഞിട്ട് അവിടുന്ന് കിഴക്കോട്ടൊരു വഴിയുണ്ട്, അവിടുന്ന് വലത്തോട്ടൊരു വഴി കിടപ്പുണ്ട്, അവിടുന്ന് വടക്കോട്ട് പോണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വീണ്ടും ഇടത്തോട്ടൊരു വഴി കിടപ്പുണ്ട്, അവിടുന്ന് വീണ്ടും. നിർത്തിക്ക്, നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ? എനിക്ക് വരാൻ പറ്റൂല. അമ്മ ഒന്ന് പറ അമ്മ. ക്ഷേത്രത്തിൽ പോകുന്ന കാര്യമാണ്, ഞാൻ പറയണോ? ചെല്ല, പോയിട്ട് നീ കൂടെ പോയി തൊഴുതിട്ടോ. സദ്യക്ക് നീ തൊഴുത് വരാമല്ലോ. ഭഗവാന് ശരിക്കേടൊന്നുമില്ല, ഈ കൂടെ വരുന്നവർക്ക് ശരിയല്ലെങ്കിൽ നിനക്കെന്താ? നീ ഭഗവാനെ പോയി തൊഴുതിഞ്ഞു വാ. പോണ വഴിയിലോ അടി ഉണ്ടാക്കുവോ അമ്മ? സുരഭി, നമ്മൾ ഇങ്ങനെ ഈ വീട്ടിന്റെ ഉള്ളിൽ കിടന്ന് അടി ഉണ്ടാക്കുന്ന പോലെ ഒരു സമൂഹത്തിൽ ഇറങ്ങി അങ്ങനെ അടി ഉണ്ടാക്കുവോ? ഇല്ല, അതുണ്ടാക്കൂല. അപ്പൊ നിനക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം, ഞാൻ എന്തായാലും അടി ഉണ്ടാക്കാൻ പോണില്ല. ഞാനും ഉണ്ടാക്കത്തില്ല. ഉറപ്പായല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാ ചെല്ലേ, നീ വരാ, എന്നെ തൊഴുതിഞ്ഞു പോരെ. ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഇത് പോരെങ്കിൽ കുറച്ച് വലിയ വലിയ ഇത് എടുത്തോണ്ട് പോ പായസത്തിന്. ചെല്ല്. വേണ്ട, ഇത് മതി. ചെല്ല് ചെല്ല്. അല്ലമ്മ, എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നു കേട്ടു. കുറച്ച് സാധനങ്ങള് അവൾ ഓർഡർ ചെയ്തത്. അവക്ക് വേണ്ടിട്ടോ? അല്ല, അവള് എനിക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടി ഓർഡർ ചെയ്തതാ. നീ ഒരു വക വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ. അവൾ അമ്മയ്ക്കോ? എന്റെ തന്നൂടെ? പിന്നെ തരാം. അവള് എനിക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടി അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ ഓർഡർ ചെയ്ത. അമ്മ അവൾക്കല്ലല്ലോ. അല്ല, എന്നാ ഞാൻ പിന്നെ. അയ്യോ, പിന്നെ തൊഴുതേച്ച് വന്നിട്ട് ഇതേ മനസ്സോടുകൂടി തൊഴണം ഭഗവാനെ, കേട്ടോ. അയ്യോ, സാധനം ഓർഡർ ചെയ്തല്ലോ. അമ്പലത്തിൽ പോകുന്നതിനല്ല ശ്രദ്ധ, എന്തോന്ന് ഓർഡർ ചെയ്ത ആർക്ക്? അമ്മച്ചി ഇത് എവിടുന്ന് വന്ന് കയറിയത് രണ്ടെണ്ണോ കൂടെ. മുത്തു, നേരം കുറെ ആയല്ലോ രണ്ടും കൂടെ പോയിട്ട്, ഒരു വിവരമില്ലല്ലോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.